കറണ്ട് അഫയേഴ്സ് നമ്മുടെ ബഡ്ജറ്റ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ കറണ്ട് അഫയേഴ്സിന്റെ പേപ്പേഴ്സിലേക്ക് ഇനി നമുക്ക് പോകാം. വെനസ്ഡേ ഫെബ്രുവരി 5th ന്യൂസ് പേപ്പർ നോക്കുമ്പോൾ ഫ്രണ്ട് പേജിൽ NRCയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. NRC നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺസ്. NRC നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺസ് പാൻ ഇന്ത്യ, ഓൾ ഓവർ ഇന്ത്യ നടപ്പാക്കുന്നതിനെ കുറിച്ച് ഇതുവരെയും ഗവൺമെന്റ് ഡിസിഷൻ എടുത്തിട്ടില്ലെന്നാണ് കൺസേൺ മിനിസ്ട്രി, ഹോം മിനിസ്ട്രി പറഞ്ഞിരിക്കുന്നത്. ഓൾറെഡി NRC നടപ്പായി കഴിഞ്ഞു, ആസാമിലാണ്. അത് സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ പ്രകാരമാണ്. ഇല്ലീഗലായിട്ട് സുപ്രീം കോടതിയിലേക്ക് ആസാമിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത ബംഗ്ലാദേശികളെ പുറത്താക്കാനാണ് സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ പ്രകാരം അങ്ങനെ ചെയ്തത്. പക്ഷെ പാൻ ഇന്ത്യ, ഓൾ ഓവർ ഇന്ത്യ, ഇപ്പൊ നമ്മുടെ സ്റ്റേറ്റ് കേരള ഉൾപ്പെടെയുള്ള സ്റ്റേറ്റുകളിൽ അത് നടപ്പാക്കുന്നതിനെ കുറിച്ച് തീരുമാനിച്ചിട്ടുള്ളതാണ്. പിന്നീട് 10th ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഒരു റെഫറൻസ് ഉണ്ട്. അവിടെ നമ്മളുടെ ഫ്രണ്ട് പേജിൽ തന്നെയുണ്ട് 10th ഷെഡ്യൂൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. 10th ഷെഡ്യൂൾ എന്ന് പറയുന്നത് ആന്റി ഡിഫെക്ഷൻ ലോ ആണ്. 10th ഷെഡ്യൂൾ എന്ന് പറയുന്നത് അത് നമ്മളുടെ ഒരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക്, ഒരു പാർട്ടിയുടെ പിന്നീട് സിമ്പിൾ ഇലക്ഷൻ മത്സരിച്ച് ജയിച്ചതിന് ശേഷം മറ്റൊരു പാർട്ടിയിലേക്ക് ഡിഫെക്ട് ആവുന്ന ആൾക്കാരെ ഡിസ്ക്വാളിഫൈ ചെയ്യുന്നതിനുള്ള നിയമമാണ് 10th ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അതറിഞ്ഞിരിക്കണം. അത് 10th ഷെഡ്യൂൾ വഴി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 10th ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ 52nd അമെന്റ്മെന്റ് ഓഫ് 1985 ആണ്. 52ാം ഭരണഘടനാ ഭേദഗതി 52nd അമെന്റ്മെന്റ് ഓഫ് 1985 ആണ് 10th ഷെഡ്യൂൾ എന്ന് പറയുന്നത്. പിന്നെ പോക്സോയെ കുറിച്ചൊരു റെഫറൻസ് ഉണ്ട്. പോക്സോ, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് ആണ് പോക്സോ. അതുപോലെ NFAI യെ കുറിച്ച് റെഫറൻസ് ഫ്രണ്ട് പേജിലുണ്ട്. NFAI എന്ന് പറഞ്ഞാൽ നാഷണൽ ഫിലിം ആർക്കൈവ് ഓഫ് ഇന്ത്യ. നാഷണൽ ഫിലിം ആർക്കൈവ് ഓഫ് ഇന്ത്യ അത് എവിടെയാണെന്ന് അറിഞ്ഞിരിക്കണം. അത് പൂനെയിലാണ് നാഷണൽ ഫിലിം ആർക്കൈവ് ഓഫ് ഇന്ത്യ. പൂനെയില് നാഷണൽ ഫിലിം ആർക്കൈവ് ഓഫ് ഇന്ത്യ. NFAയുടെ ഡയറക്ടറുടെ പേരും കൂടെ അറിഞ്ഞിരിക്കുക. NFAയുടെ ഡയറക്ടർ പ്രകാശ് മഗ്ദും ആണ്. പ്രകാശ് മഗ്ദും, MAGDUM. അത് കഴിഞ്ഞ് നമ്മൾ ബാക്ക് പേജിലേക്ക് പോകും. കുറച്ച് ത്രോട്ട് പ്രോബ്ലം ഉണ്ട്, അതുകൊണ്ട് വീഡിയോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം. പിന്നീട് ബാക്ക് പേജിലേക്ക് പോകുമ്പോൾ സ്പോർട്സിൽ ഒരു ന്യൂസ് ഉണ്ട്. സ്പോർട്സ് രഞ്ജി ട്രോഫിയിൽ റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ് വസീം ജാഫർ എന്ന് പറയുന്ന ബാറ്റ്സ്മാൻ. WASSIM വസീം ജാഫർ 12,000 റൺസ് രഞ്ജി ട്രോഫിയിൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ ക്രിക്കറ്റർ. രഞ്ജി ട്രോഫിയിൽ 12,000 റൺസ് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ ക്രിക്കറ്ററായി വസീം ജാഫർ. പിന്നെ മീരാബായി ചാനുവിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. മീരാബായി ചാനു, CHANU. മീരാബായി ചാനു ഇന്ത്യയുടെ വേൾഡ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ നേടിയ ഇന്ത്യക്കാരിയാണ്. ഇപ്പോഴല്ല, 1-2 വർഷം മുമ്പാണ്. സായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ SAI, സായി സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അത് കഴിഞ്ഞ് നമ്മൾ അതിനടുത്ത പേരിലേക്ക് പോകുമ്പോൾ Under-19 വേൾഡ് കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഫൈനലിൽ ഇന്ത്യ പ്രവേശിച്ചു കഴിഞ്ഞു. അപ്പൊ 4 തവണ Under-19 വേൾഡ് കപ്പ് ക്രിക്കറ്റ് ചാമ്പ്യന്മാരാവുക വഴി ഏറ്റവും കൂടുതൽ തവണ അത് വിൻ ചെയ്ത ഇന്ത്യൻ ടീം ഇനി ഇത്തവണയും അത് വിൻ ചെയ്യാനുള്ള ഏകദേശം അതിനടുത്ത് എത്തിക്കഴിഞ്ഞു. നമ്മൾ ഫൈനലിൽ ഇന്നലെ സെമി ഫൈനലിൽ പാകിസ്ഥാനെ തോൽപ്പിച്ച് ഫൈനൽ കയറി. പിന്നെ ഇന്ത്യയിൽ നടക്കുന്ന ഏറ്റവും വലിയ ടെന്നീസ് ടൂർണമെന്റായ ടാറ്റ ഓപ്പൺ മഹാരാഷ്ട്ര പൂനെയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ടാറ്റ ഓപ്പൺ മഹാരാഷ്ട്ര പൂനെയിൽ നടക്കുന്നു. അതിൽ ഇന്ത്യയുടെ നമ്പർ 1 ടെന്നീസ് പ്ലെയർ ഇപ്പോഴും പുറത്തായിട്ടില്ല. പ്രജ്നേഷ് ഗുണേശ്വരനാണ് ഇന്ത്യയുടെ നമ്പർ 1 ടെന്നീസ് പ്ലെയർ. അത് കഴിഞ്ഞ് നമ്മൾ ബിസിനസ് പേജിലേക്ക് പോകുമ്പോൾ PMIയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. എന്തായാലും കഴിഞ്ഞ കുറച്ച് നാളായിട്ട് എക്കണോമിക് ഫ്രണ്ടിൽ നമ്മൾ വളരെ ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ന്യൂസുകളാണ് കേട്ടുകൊണ്ടിരുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് കുറയുന്നു, ഇൻഫ്ലേഷൻ കൂടുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതൊരു കണ്ടിന്യൂയിങ് ആയിട്ടുള്ള ഒരു സംഭവമായി മാറിയാലാണ് നമുക്ക് അതുകൊണ്ട് ഗുണം. അപ്പൊ ഇപ്പൊ പോസിറ്റീവായിട്ട് സംഭവിച്ച പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് PMI എന്ന് പറഞ്ഞ ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് സെക്ടറിലെ ഗ്രോത്ത് റേറ്റിനെ കാണിക്കുന്നതാണ് PMI പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ്. ഈ PMI പർച്ചേസിംഗ് മാനേജേഴ്സ് ഇൻഡെക്സ് പ്രകാരം ജാനുവരിയിൽ ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റി ഭയങ്കരമായിട്ട് കൂടിയെന്നാണ്. അപ്പൊ സെക്കൻഡറി സെക്ടറായ ഇൻഡസ്ട്രിയൽ സെക്ടർ, ഇന്ത്യയുടെ എക്കോണമിയുടെ സെക്കൻഡറി സെക്ടറായ ഇൻഡസ്ട്രിയൽ സെക്ടറിന്റെ ഗ്രോത്ത് റേറ്റ് കൂടി എന്ന് കാണുന്നു. അത് നല്ല കാര്യം. പിന്നീട് ഇന്റർനാഷണൽ ക്രൂഡ് ഓയിൽ പ്രൈസസ് ഭയങ്കരമായിട്ട് കുറഞ്ഞു. അതും ഇന്ത്യക്ക് നല്ലതാണ്. അപ്പൊ ഇന്ത്യയുടെ കറന്റ് അക്കൌണ്ട് ഡെഫിസിറ്റ് കുറയാൻ ചാൻസ് ഉണ്ട്. കറന്റ് അക്കൌണ്ട് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട് എക്സ്പോർട്ട് തമ്മിലുള്ള വാല്യൂ ഡിഫറൻസ് ആണ്. കറന്റ് അക്കൌണ്ട് ഡെഫിസിറ്റ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ക്രൂഡ് ഓയിൽ. അപ്പൊ ക്രൂഡ് ഓയിലിന്റെ ഇന്റർനാഷണൽ പ്രൈസ് കുറയുമ്പോൾ അത് ഇന്ത്യക്ക് വളരെ നല്ലതാണ്. പിന്നീട് ഹോങ്കോങ്ങിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻഡെക്സ് ആണ് ഹാങ്സെങ്. ഹോങ്കോങ്ങിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻഡെക്സ് ആണ് ഹാങ്സെങ്. ഇന്ത്യയുടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സെൻസെക്സ്
നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിഫ്റ്റി എന്നൊക്കെ പറഞ്ഞ പോലെ ഹോങ്കോങ്ങിന്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻഡെക്സ് ആണ് ഹാങ്സങ് HAND അതുപോലെ കോസ്പി കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. കോസ്പി സൗത്ത് കൊറിയയുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻഡെക്സ് ആണ്. സൗത്ത് കൊറിയയുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻഡെക്സ് ആണ് കോസ്പി KOSPI. പിന്നീട് മ്യൂച്വൽ ഫണ്ട് അറിയാലോ, മ്യൂച്വൽ ഫണ്ട് ഹൗസസ് ഉണ്ട്. അവർ ഇഷ്യൂ ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. ആ മ്യൂച്വൽ ഫണ്ടുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് ആ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് കിട്ടുന്ന ഡിവിഡന്റിന് 10% ടാക്സ് കൊടുക്കണം. 10% TDS കൊടുക്കണം. TDS ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ്. TDS ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് 10% ഫോർ ഡിവിഡന്റ് ഫ്രം മ്യൂച്വൽ ഫണ്ട്സ്. അതുപോലെ ഇന്ത്യയുടെ ഡയമണ്ട് സിറ്റി എന്നറിയപ്പെടുന്നത് സൂററ്റ് ആണ്. വേൾഡിൽ തന്നെ ഏറ്റവും വലിയ ഡയമണ്ട് പോളിഷിംഗ് ഹബ്ബാണ് സൂററ്റ്, ഗുജറാത്തില്. അതുകൊണ്ടാണ് അതിനെ നമ്മളുടെ ഡയമണ്ട് സിറ്റി എന്നറിയപ്പെടുന്നത്. പിന്നെ മൈക്രോ ഇൻഷുറൻസ് കമ്പനീസിനെ കുറിച്ചുള്ള ന്യൂസ് ഇന്നത്തെ പത്രത്തിലുണ്ട്. IRDA ഒരു പാനൽ ഫോം ചെയ്തു. IRDA എന്ന് പറഞ്ഞ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഇൻഷുറൻസ് സെക്ടറിന്റെ റെഗുലേറ്റർ. ഹൈദരാബാദ് ഹെഡ്ക്വാർട്ടേഡ് ആയിട്ടുള്ള ഇന്ത്യയുടെ IRDA ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഇൻഷുറൻസ് സെക്ടറിന്റെ റെഗുലേറ്റർ ഒരു പാനൽ ഫോം ചെയ്തു ടു സ്റ്റഡി അബൌട്ട് സ്റ്റാൻഡ് അലോൺ മൈക്രോ ഇൻഷുറൻസ് കമ്പനീസ്. മൈക്രോ ഇൻഷുറൻസ് എന്താണെന്ന് ഞാൻ മുമ്പ് ക്ലാസ്സിലും വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടില്ല. മൈക്രോ ഇൻഷുറൻസ് പ്രോഡക്ട്സ് ഓഫർ കവറേജ് ടു ലോ ഇൻകം ഗ്രൂപ്പ്സിന് കവറേജ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ്. ഹു ഹാവ് ലിറ്റിൽ സേവിങ്സ് ഇല്ലാത്ത ആൾക്കാർക്ക്. ആൻഡ് ഈസ് ടൈലേഡ് സ്പെസിഫിക്കലി ഫോർ ലോവർ വാല്യൂഡ് അസറ്റ്സ്. അത്തരത്തിലുള്ള മൈക്രോ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ലോ ഇൻകം ഗ്രൂപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ഗവൺമെന്റ് IRDA ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാൻ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന കമ്മിറ്റിയുടെ ഹെഡ് മിരായ് ചാറ്റർജിയാണ്. MIRAI മിരായ് ചാറ്റർജി. സേവയെ കുറിച്ച് റെഫറൻസ് ഉണ്ട്. സേവ SEWA സേവ എന്ന് പറഞ്ഞാൽ അതൊരു NGO ആണ്. സേവയുടെ എക്സ്പാൻഷൻ സെൽഫ് എംപ്ലോയിഡ് വിമൻ അസോസിയേഷൻ എന്നാണ്. സെൽഫ് എംപ്ലോയിഡ് വിമൻസ് അസോസിയേഷൻ. നമ്മുടെ ഇവിടെയൊക്കെ കേരളത്തിൽ നമ്മൾ സേവയുടെ ജോലിക്കൊക്കെ ആളിനെ വിളിക്കാറില്ലേ, ആ സേവയാണ് സെൽഫ് എംപ്ലോയിഡ് വിമൻസ് അസോസിയേഷന്റെ ഫൗണ്ടർ ഇള ഭട്ടാണ്. ഇള ഭട്ട് BH. വിജയ് ശേഖർ ശർമ്മ പേടിഎമ്മിന്റെ ഫൗണ്ടർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ മൊബൈൽ വാലറ്റ് കമ്പനിയായ പേടിഎമ്മിന്റെ ഫൗണ്ടറാണ് വിജയ് ശേഖർ ശർമ്മ. അത് കഴിഞ്ഞ് 12th പേജ് വേൾഡ് പേജിലേക്ക് പോകുമ്പോൾ CIA എന്നൊരു റെഫറൻസ് ഉണ്ട്. CIA സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. CIA US-ന്റെ ഇന്റലിജൻസ് ഏജൻസിയാണ്. CIA സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി. ഗോതബായ രാജപക്സയുടെ ഫോട്ടോയും സ്റ്റേറ്റ്മെന്റും ഒക്കെ ഉണ്ട്. ഗോതബായ രാജപക്സ ശ്രീലങ്കയുടെ പ്രസിഡന്റ് ആണ്. GOTABAYA ഗോതബായ രാജപക്സ ശ്രീലങ്കയുടെ പ്രസിഡന്റ്. അതുപോലെ പാകിസ്ഥാൻ പാർലമെന്റ് കാശ്മീരിന് അനുകൂലമായിട്ട് ഇന്നൊരു പ്രമേയം പാസാക്കി എന്നൊരു ന്യൂസ് ഉണ്ട്. ഒരു റെസൊല്യൂഷൻ പാസാക്കിയെന്ന്. കാശ്മീരിന് അനുകൂലമായി കാശ്മീരിൽ നിന്ന് ഇന്ത്യ ഇപ്പൊ എടുത്തു കളഞ്ഞ ആർട്ടിക്കിൾ 370 എന്ന് പറയുന്ന സംഭവം അവിടെ വീണ്ടും പുനഃസ്ഥാപിച്ച് റീഇൻസ്റ്റേറ്റ് ചെയ്ത് കാശ്മീരിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞാണ് ഒരു റെസൊല്യൂഷൻ പാസ്സായി. അതൊന്നും എഴുതണ്ട, ജസ്റ്റ് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ ഇന്ത്യൻ ടൂറിസ്റ്റുകൾക്ക് ഭൂട്ടാൻ എന്ന് പറയുന്ന കൺട്രിയിലേക്ക്, ഭൂട്ടാൻ ഇന്ത്യയുടെ നെയ്ബറിംഗ് കൺട്രിയാണ്, ഇന്ത്യ ഏറ്റവും കൂടുതൽ അസിസ്റ്റൻസ് കൊടുക്കുന്ന കൺട്രിയാണ്. ഭൂട്ടാനിലേക്ക് ഫ്രീ എൻട്രി ആയിരുന്നു ഇത്രയും കാലം ഇന്ത്യൻ ടൂറിസ്റ്റുകൾക്ക്. പക്ഷേ ആ ഫ്രീ എൻട്രി മാറ്റി ഭൂട്ടാൻ. ഇനി മുതൽ $17 അല്ലെങ്കിൽ 1200 രൂപ പെർ ഡേ കൊടുത്ത് മാത്രമേ ഭൂട്ടാനിൽ ഇന്ത്യക്കാർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ഒരു ന്യൂസ് ഉണ്ട്, അറിഞ്ഞിരിക്കുക. ഭൂട്ടാന്റെ പ്രൈം മിനിസ്റ്റർ ലോട്ടെ ഷെറിംഗ് ആണ്. LOTAY ലോട്ടെ ഷെറിംഗ് TSHERING. ലോട്ടെ ഷെറിംഗ് ഭൂട്ടാന്റെ പ്രൈം മിനിസ്റ്റർ. ഭൂട്ടാന്റെ കിങ് ജിഗ്മി ഖേസർ വാങ്ചുക് ആണ്. JIGME ജിഗ്മി ഖേസർ KHESAR ഖേസർ വാങ്ചുക് WANGCHUCK വാങ്ചുക്. ഇന്ത്യയുടെ പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്ററാണ് പ്രഹ്ലാദ് ജോഷി. പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്റർ പ്രഹ്ലാദ് ജോഷിയാണ്. അതുപോലെ കൾച്ചർ ആൻഡ് ടൂറിസം മിനിസ്റ്റർ പ്രഹ്ലാദ് പട്ടേലാണ്. പ്രഹ്ലാദ് പട്ടേൽ. സെല്ലുലാർ ജയിൽ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിലാണ്. സെല്ലുലാർ ജയിൽ എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഒരു സമയത്ത് ഇൻഡിപെൻഡൻസ് സ്ട്രഗിളിൽ പങ്കെടുത്തിരുന്ന ആൾക്കാരെ കൊണ്ട് പാർപ്പിച്ചിരുന്ന, ബ്രിട്ടീഷുകാരെ കൊണ്ട് പാർപ്പിച്ചിരുന്ന ജയിലാണ് സെല്ലുലാർ ജയിൽ. അത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിലാണ്. പിന്നീട് ഈ ഇടയ്ക്ക് ഗവൺമെന്റ് ഒരു ബോഡോ എഗ്രിമെന്റ് ഉണ്ടാക്കി. ബോഡോ ഇൻസർജൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അത് ഈ ബോഡോ എഗ്രിമെന്റ് എവിടെയാണ് ഉണ്ടായെന്ന് അറിഞ്ഞിരിക്കണം. ആസാമിലാണ് ബോഡോ ടെററിസ്റ്റുകൾ എന്ന് പറയാൻ പറ്റില്ല, അവർ ഇൻസർജൻസിയാണ് ആക്ച്വലി ആസാമിൽ കൂടുതലും ഉള്ളത്. അപ്പം ഈ ബോഡോ ഇൻസർജൻസുമായിട്ട് ഗവൺമെന്റ് ഇപ്പോൾ ഒരു പീസ് എഗ്രിമെന്റ് ഉണ്ടാക്കി. അത് പ്രകാരം ഒത്തിരി ബോഡോ ഇൻസർജൻസ്
അവരുടെ ആംസ് ഒക്കെ ഉപേക്ഷിച്ച് പിന്നീട് പീസിന്റെ ആ ഒരു പാത്തിലേക്ക് വന്നു. അപ്പൊ ബോഡോ എഗ്രിമെന്റ് എവിടെയാണെന്ന് വെച്ചാൽ ആസാമിലാണ്. അതുപോലെ ഞാൻ ഈ പറഞ്ഞായിരുന്നു, മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞാണ് ബ്രൂ ഇഷ്യൂ. ബ്രൂ എന്ന് പറഞ്ഞാൽ ആക്ച്വലി അവിടുത്തെ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ്. അവരുടെ സെറ്റിൽമെന്റ് ഒക്കെ ത്രിപുരയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ത്രിപുരയിൽ CII കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ്, CII കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ്, CIIയുടെ പ്രസിഡന്റ് വിക്രം കിർലോസ്കർ ആണ്. CII കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസിന്റെ പ്രസിഡന്റ് വിക്രം കിർലോസ്കർ. അതുപോലെ മഹാതിർ മുഹമ്മദ്, മലേഷ്യയുടെ പ്രൈം മിനിസ്റ്ററാണ് മഹാതിർ മുഹമ്മദ്. ഇന്ത്യയുടെ CDS ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ബിപിൻ റാവത്ത്, ഇന്ത്യയുടെ CDS ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ബിപിൻ റാവത്ത് ആണ്. അതുപോലെ ഇപ്പൊ ഇന്ത്യ IPO നടത്താൻ പോകുന്ന കമ്പനി LIC ആണ്. LICയുടെ IPO ഇനിഷ്യൽ പബ്ലിക് ഓഫർ, അതുവഴി LIC ഷെയർ മാർക്കറ്റിൽ ഷെയർസ് സെല്ല് ചെയ്യും. അപ്പൊ LICയുടെ ഷെയർസ് സെല്ല് ചെയ്യുന്നതിനായിട്ടുള്ള IPOക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് LICയിലെ എംപ്ലോയീസ് പ്രൊട്ടസ്റ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തെന്നൊരു ന്യൂസ് ഉണ്ട്. പിന്നെ എഡിറ്റോറിയലിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് എഡിറ്റോറിയൽ നീഡ് ഓഫ് ദ അവർ എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഈ നീഡ് ഓഫ് ദ അവർ എന്ന് പറയുന്ന എഡിറ്റോറിയൽ CAA സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് ഇന്ത്യയില് ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത മുസ്ലിംസ് ഒഴിച്ചുള്ള 6 മൈനോറിറ്റീസിന് ഇന്ത്യയിൽ സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നതിനുള്ള ഗവൺമെന്റിന്റെ നിയമമാണ് CAA സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് എന്ന് പറയുന്നത്. ഈ ആക്ടിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ഓൾ ഓവർ ഇന്ത്യ നടക്കുന്ന പ്രൊട്ടസ്റ്റുകൾ, സ്റ്റേറ്റുകൾ, കുറെ സ്റ്റേറ്റുകൾ ഈ CAAക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് റെസൊല്യൂഷൻ പാസ്സാക്കി. അപ്പൊ അതൊക്കെ സെൻട്രൽ ഗവൺമെന്റ് എങ്ങനെ കാണുന്നു, സെൻട്രൽ ഗവൺമെന്റ് എങ്ങനെയാണ് ഈ CAA പ്രൊട്ടസ്റ്റുകൾ അപ്രോച്ച് ചെയ്യുന്നത്, അതിനെയൊക്കെ കുറിച്ചുള്ള അനാലിസിസ് ആണ് ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറഞ്ഞത്. സെക്കൻഡ് എഡിറ്റോറിയൽ പണിഷ് ദ പോലീസ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. പോലീസിനെ പണിഷ് ചെയ്യൂ എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ. അതെന്താണെന്ന് വെച്ചാൽ അവിടെ കർണാടകത്തിൽ നടന്നൊരു സംഭവത്തിനെ കുറിച്ചാണ്. കർണാടകത്തിൽ ഷഹീൻ സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂളിൽ കൊച്ചുകുട്ടികൾ അവതരിപ്പിച്ച ഒരു ഡ്രാമയിൽ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററിന് അഗെയിൻസ്റ്റ് ആയിട്ടും CAAക്ക് അഗെയിൻസ്റ്റ് ആയിട്ടും റെഫറൻസസ് ഉണ്ടായിരുന്നു. ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഏതോ റൈറ്റ് വിംഗ് ആക്ടിവിസ്റ്റ് പോലീസിൽ പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ആ ഷഹീൻ സ്കൂളിലെ പ്രിൻസിപ്പലിനെ, അവിടുത്തെ ടീച്ചറിനെയും ഒരു പേരന്റിനെയൊക്കെ അറസ്റ്റ് ചെയ്യുകയും കോൺസ്റ്റന്റ് ആയിട്ട് ആ സ്കൂളിൽ ഈ പോലീസുകാർ സെർച്ചസും ഒക്കെ കണ്ടക്ട് ചെയ്യുകയൊക്കെ ചെയ്യാണ്. ഇത് ചെറിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടത്തുന്നത് വളരെ വലിയ തെറ്റാണ് എന്നുള്ള ഒരു രീതിയിലുള്ള എഡിറ്റോറിയലാണ് സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. പിന്നെ ഓപ്പറേഷൻ വാനില എന്ന് പറയുന്ന സംഭവം ഇപ്പൊ ഞാൻ എവിടെയാണ് നടന്നെന്ന് പറഞ്ഞു, മഡഗാസ്കർ ഐലൻഡില് അവിടെ ഫ്ലഡില് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായപ്പോ അവരെ റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി ഇന്ത്യ നടത്തിയ മിഷനാണ് ഓപ്പറേഷൻ വാനില. അതിന് ഇന്ത്യ യൂസ് ചെയ്തത് ഇന്ത്യൻ നേവിയുടെ ഷിപ്പായ INS ഐരാവത് ആണ്. ഇന്ത്യൻ നേവിയുടെ ഷിപ്പായ INS ഐരാവത് ആണ് ഇന്ത്യ അതിനുവേണ്ടി യൂസ് ചെയ്തത്. DBT എന്ന് പറഞ്ഞാൽ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്നാണ്. DBT എന്ന് പറഞ്ഞാൽ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്നാണ്. അതായത് ആധാർ എനേബിൾഡ് ആയിട്ടുള്ള അക്കൌണ്ടുകൾ വഴി ഗവൺമെന്റിന്റെ സബ്സിഡീസ് ഒക്കെ നമ്മളിലേക്ക് എത്തിക്കുന്ന സ്കീമാണ് DBT, ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. അത് ആദ്യമായിട്ട് വന്ന LPGയിലാണ്, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിലാണ്. അതിന് വേണ്ടിയിട്ട് വന്ന സ്കീമിനാണ് പഹൽ എന്നറിയപ്പെടുന്നത്. അത് കഴിയുമ്പോൾ IMOയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. IMO ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ. IMO ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു ഓർഗനൈസേഷനാണ്. അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് യുണൈറ്റഡ് കിങ്ഡത്തിലാണ്, UKയിലാണ്. IMO ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ ഹെഡ്ക്വാർട്ടേഴ്സ് ലണ്ടനിലാണ്. ലണ്ടൻ എവിടെയാണെന്ന് എല്ലാവർക്കും അറിയാം, UKയിലാണ്. പിന്നീട് 15th ഫിനാൻസ് കമ്മീഷന്റെ റെക്കമെൻഡേഷനെ കുറിച്ച് ഒരു ആർട്ടിക്കിൾ തന്നെയുണ്ട്. അതൊക്കെ ഞാൻ എല്ലാവർക്കും മാർക്ക് ചെയ്ത് തരുന്നുണ്ട് വായിക്കാൻ വേണ്ടി. 15th ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡേഷൻ അനുസരിച്ച് സെന്ററിന്റെ ഡിവിസിബിൾ ആയിട്ടുള്ള ടാക്സ് പൂളിൽ നിന്ന് സ്റ്റേറ്റുകൾക്ക് കിട്ടുന്ന റവന്യൂ ഷെയർ എന്ന് പറയുന്നത് 41% ആണ്. മുമ്പ് 42% ആയിരുന്നു. ഇപ്പോൾ 1%. അന്ന് സ്റ്റേറ്റ് ആയിരുന്നു ജമ്മു ആൻഡ് കാശ്മീർ, ഇപ്പോൾ യൂണിയൻ ടെറിട്ടറി ആയി മാറിയതുകൊണ്ട് യൂണിയൻ ടെറിട്ടറി ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ ലഡാക്കിന് വേണ്ടി 1% മാറ്റി വെച്ചു. ബാക്കി 41% വിൽ ബി ഡിവൈഡഡ് ബിറ്റ്വീൻ ദ റിമൈനിങ് 28 സ്റ്റേറ്റ്സ്. പിന്നീട് ICDSന്റെ എക്സ്പാൻഷൻ അറിഞ്ഞിരിക്കുക. ICDS ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം. ICDS ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം. NID നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ NID എവിടെയാണെന്ന് അറിഞ്ഞിരിക്കുക. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ NID ഗുജറാത്തിലാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ NID ഗുജറാത്തിലാണ്. അതുപോലെ റിലീജിയസ് മാറ്റേഴ്സ്, വിവിധ മതങ്ങളിലുള്ള വിമൻ ഇൻഇക്വാലിറ്റി എന്ന് പലരും പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ള മാറ്റേഴ്സിനെ കുറിച്ചുള്ള റിവ്യൂ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു 9 ജഡ്ജ് ബെഞ്ച്
സുപ്രീം കോടതി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അതിനെക്കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണെന്ന് തോന്നുന്നു. പിന്നീട് രഞ്ജി ട്രോഫി ഞാൻ നേരത്തെ പറഞ്ഞത്, രഞ്ജി ട്രോഫിയിലെ ഡിഫൻഡിംഗ് ചാമ്പ്യൻ വിദർഭയാണ്. രഞ്ജി ട്രോഫിയിലെ ഡിഫൻഡിംഗ് ചാമ്പ്യൻ ഇപ്പൊ ഓൾറെഡി രഞ്ജി ട്രോഫിയിലെ ചാമ്പ്യൻ വിദർഭയാണ്, വിദർഭ. പിന്നീട് ഓസ്ട്രേലിയൻ ഓപ്പൺ കഴിഞ്ഞു. ഓസ്ട്രേലിയൻ ഓപ്പൺ വിൻ ചെയ്ത പുരുഷ താരം നൊവാക് ഡോക്കോവിച്ച് ആണ്. വേൾഡ് നമ്പർ 1 ടെന്നീസ് പ്ലെയർ ആയ സെർബിയക്കാരനായ നൊവാക് ഡോക്കോവിച്ച് ഓസ്ട്രേലിയൻ ഓപ്പൺ വിൻ ചെയ്യുക വഴി അദ്ദേഹം 17th ഗ്രാൻഡ് സ്ലാം ടൈറ്റിലാണ് വിൻ ചെയ്തത്. ഇനി അദ്ദേഹത്തിന് മുന്നിൽ റാഫേൽ നദാലും റോജർ ഫെഡററും മാത്രമാണ്. അപ്പൊ 17th ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽ വിൻ ചെയ്തു കഴിഞ്ഞു നൊവാക് ഡോക്കോവിച്ച്. പിന്നെ ദ്യുതി ചന്ദ്, ഇന്ത്യയുടെ നമ്പർ 1 വുമൻ അത്ലറ്റ്, മീൻസ് ഇന്ത്യയുടെ ഫാസ്റ്റസ്റ്റ് വുമൻ 100 മീറ്റേഴ്സിലെ ഇന്ത്യയുടെ നാഷണൽ റെക്കോർഡ് ഹോൾഡർ. മേരി കോമാർ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആവശ്യമില്ല. ലെജൻഡറി വുമൻ ബോക്സർ ഫ്രം ഇന്ത്യ. വിനേഷ് ഫോഗട്ട്, ഇന്ത്യയുടെ നിലവിലുള്ള ഏറ്റവും മികച്ച വുമൻ റെസ്ലർ വിനേഷ് ഫോഗട്ട്. PV സിന്ധു എല്ലാവർക്കും അറിയാം. ഇന്ത്യയുടെ മെയിൽ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ മൻപ്രീത് സിംഗ്, ഇന്ത്യയുടെ മെയിൽ ഹോക്കി ടീമിന്റെ ക്യാപ്റ്റൻ മൻപ്രീത് സിംഗ് ആണ്. T20 വേൾഡ് റാങ്കിങ്ങിൽ ബാറ്റ്സ്മാൻമാരുടെ ലിസ്റ്റിൽ ഇന്ത്യയുടെ KL രാഹുൽ സെക്കൻഡ് പൊസിഷനിലെത്തി. REITയുടെ എക്സ്പാൻഷൻ, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്, REIT റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്. ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാൻ N. ചന്ദ്രശേഖരൻ. സെൻട്രൽ ബാങ്കർ ഓഫ് ദി ഇയർ ആയിട്ട് ശക്തികാന്ത ദാസ് സെലക്ട് ആയി. RBI ഗവർണർ ശക്തികാന്ത ദാസ് ഹാസ് ബീൻ ചോസൺ ആസ് ദ സെൻട്രൽ ബാങ്കർ ഓഫ് ദി ഇയർ ഫോർ ദ ഏഷ്യ പസഫിക് റീജിയൻ ബൈ ദ ബാങ്കർ മാഗസിൻ. വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള അവാർഡാണ്. ബാങ്കർ എന്ന് പറഞ്ഞ മാഗസിൻ കൊടുക്കുന്ന ഏഷ്യ പസഫിക് റീജിയനിലെ സെൻട്രൽ ബാങ്കർ ഓഫ് ദ ഇയർ. സെൻട്രൽ ബാങ്കുകളുടെ ഹെഡ്മാർക്ക് അവാർഡ് കൊടുത്തത്. ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് റിസർവ് ബാങ്കിന്റെ ഹെഡായ ശക്തികാന്ത ദാസിനാണ് ഇത് കിട്ടിയത്. വേൾഡിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ തേർഡ് ലാർജസ്റ്റ് ബസ് മേക്കറായി അശോക് ലേലൻ മാറി. വേൾഡിലെ തേർഡ് ലാർജസ്റ്റ് ബസ് മേക്കർ അശോക് ലേലൻ. ഹർഷ് ഗോയങ്ക, RPG ഗ്രൂപ്പിന്റെ ചെയർമാൻ. ഇന്ത്യയിലെ ഒരു വലിയ ബിസിനസ് ഗ്രൂപ്പാണ് RPG ഗ്രൂപ്പ്. അതിന്റെ ചെയർമാനാണ് ഹർഷ് ഗോയങ്ക. OIC ഓർഗനൈസേഷൻ ഫോർ ഇസ്ലാമിക് കോഓപ്പറേഷൻ, 57 മുസ്ലിം കൺട്രീസിന്റെ ഗ്രൂപ്പാണ് OIC ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ എന്ന് പറയുന്നത്. OICയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് സൗദി അറേബ്യയിലെ ജിദ്ദയാണ് OICയുടെ ഹെഡ്ക്വാർട്ടേഴ്സ്. 57 മുസ്ലിം കൺട്രീസാണ് OICയിലുള്ളത്. വേൾഡിലെ ഏറ്റവും ഹയസ്റ്റ് വാർ പോയിന്റ് സിയാച്ചിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. SIACHEN, സിയാച്ചിൻ ജമ്മു ആൻഡ് കാശ്മീരിലാണ്. വേൾഡിലെ ഏറ്റവും ഹയസ്റ്റ് വാർ പോയിന്റ്. TV സോമനാഥൻ, ഇന്ത്യയുടെ എക്സ്പെൻഡിച്ചർ സെക്രട്ടറിയാണ് TV സോമനാഥൻ. ഇന്ത്യയുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുനിൽ അറോറ. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ സുനിൽ അറോറയാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ. NCRBയെ കുറിച്ച് എപ്പോഴും ന്യൂസ് വരുന്നതാണ്. NCRB നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഡയറക്ടർ രാംഫൽ പവാർ ആണ്. അപ്പൊ ഇത്രയായപ്പോഴത്തേക്ക് 2 ദിവസത്തെ പെൻഡിംഗ് ന്യൂസ് പേപ്പേഴ്സ് നമ്മൾ തീർക്കുന്നുണ്ട്. അടുത്ത പെൻഡിംഗ് ന്യൂസ് പേപ്പേഴ്സ് അടുത്ത ദിവസങ്ങളിൽ തീർക്കാം. താങ്ക് യു.